IAS ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കേസിൽ വ്യവസായ വകുപ്പ് മുൻ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ IASനെതിരായ നടപടികൾ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. ചാർജ് മെമ്മോ തയ്യാറാക്കിയത് ഗുരുതര പിഴവുകളോടെയാണ്. പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് പരാമർശമില്ല. തെളിവ് നശിപ്പിച്ചതും കുറ്റമായി മെമ്മോയിൽ പറയുന്നില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, തുടക്കം മുതൽ ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാർജ് മെമ്മോ അതിലെന്താണ് കൃത്യമായി പറയുന്നത്? ഇതിന്റെ ഗൗരവം കുറച്ചുകൊണ്ടുള്ള നിലപാടിലേക്കാണോ സർക്കാർ പോകുന്നത്? ഉറപ്പായും സ്മൃതി, കെ ഗോപാലകൃഷ്ണൻ IASനെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഈ ചാർജ് മെമ്മോയിൽ ഉണ്ടത് എന്നാണ് നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് കെ ഗോപാലകൃഷ്ണൻ IASന് ചാർജ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും മറച്ചുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കെ ഗോപാലകൃഷ്ണൻ IAS ചെയ്ത ഏക കുറ്റമായി ഈ ചാർജ് മെമ്മോയിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വിഭാഗീയത, IASകാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കുറ്റമാണ് പ്രധാനമായും ഈ ചാർജ് മെമ്മോയിൽ ഒരു കുറ്റമായി ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ ഗോപാലകൃഷ്ണന് ഈ സംഭവത്തിൽ ഊരിപ്പോകാൻ എളുപ്പമാണ് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തെറ്റായ വിവരം കൊണ്ട് പോലീസിൽ പരാതി നൽകി എന്ന വിവരം കുറ്റാരോപണ മെമ്മോയിൽ ഒരു കുറ്റാരോപണമായി ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വന്തം നിലയ്ക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് പിന്നീട് പിടിക്കപ്പെട്ടു എന്നായപ്പോൾ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് കൂടാതെ ഒരു മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പും IASകാരുടെ പേരിൽ ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, അത് പിടിക്കപ്പെട്ടതിന് ശേഷം തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാണ് പോലീസിൽ പരാതി നൽകിയത്. ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നത്. പക്ഷേ ചീഫ് സെക്രട്ടറി കൊടുത്ത കുറ്റാരോപണ മെമ്മോയിൽ അങ്ങനെ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്ത കാര്യം അതിൽ പരാമർശിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗോപാലകൃഷ്ണനെ രക്ഷിക്കുന്ന രീതിയിലുള്ള ചാർജ് മെമ്മോയാണ് തയ്യാറായി